ഇസ്രായേലുമായി ചേർന്ന് സൈനിക നീക്കം നടത്തിയാൽ പ്രത്യാഘാതം പ്രവചനാതീതമായിരിക്കുമെന്ന് അമേരിക്കയ്ക്ക് റഷ്യയുടെ മുന്നറിയിപ്പ്. ഇറാൻ പരമോന്നത നേതാവ് അയത്തുള്ള ഖമനേയിയെ ഇല്ലാതാക്കുമെന്ന മുന്നറിയിപ്പുമായി ഇസ്രായേൽ പ്രതിരോധ മന്ത്രി രംഗത്തെത്തി. ഇസ്രായേലിലെ 4 നഗരങ്ങളിൽ ഇറാൻ നടത്തിയ കനത്ത മിസൈൽ ആക്രമണത്തിന് പിന്നാലെയായിരുന്നു ഇസ്രായേലിന്റെ മുന്നറിയിപ്പ്. സൈനിക ഇടപെടലുണ്ടായാൽ പ്രവചനാതീതവും അപകടകരവുമായ പ്രത്യാഘാതമുണ്ടാകുമെന്ന് വാഷിംഗ്ടണ് മുന്നറിയിപ്പ് നൽകുന്നു. റഷ്യൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് മരിയ സഖാരോവയാണ് ഇത് മാധ്യമങ്ങളോട് പറഞ്ഞത്. ഇറാനെതിരായ ആക്രമണത്തിൽ ഇസ്രായേലിനൊപ്പം ചേർന്നേക്കാമെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സൂചനാ മുന്നറിയിപ്പിന് പിന്നാലെയാണ് റഷ്യയുടെ കടുത്ത നിലപാട്. ഇറാൻ ആണവ നിലയങ്ങൾക്കു നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തെയും റഷ്യ എതിർക്കുന്നു. ആണവ കേന്ദ്രങ്ങൾക്കു നേരെയുള്ള ആക്രമണം UN ആണവ സുരക്ഷാ നിരീക്ഷണ സംഘം തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ലോകം അപകടത്തിൽ നിന്നും മില്ലിമീറ്ററുകൾ മാത്രം അകലെയാണ്. ആണവീകരണമുണ്ടായാലും അത് അവിടെ എത്തില്ലെന്ന് അമേരിക്ക കരുതുന്നുണ്ടെങ്കിൽ അത് ശരിയല്ലെന്നും റഷ്യ. ഇറാനിലെ ബുഷഹർ ആണവ നിലയത്തിൽ റഷ്യൻ വിദഗ്ധർ പ്രവർത്തിക്കുന്നുണ്ട്. ആണവവ്യാപനം കുറയ്ക്കുന്നതിനുള്ള ഇടപെടലുകളാണ് റഷ്യ അവിടെ നടത്തുന്നതെന്നും റഷ്യൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് പറഞ്ഞു. അമേരിക്കയ്ക്ക് മുന്നറിയിപ്പ് നൽകുന്നതായി റഷ്യയുടെ ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി സെർജി റിയാബ്കോവും കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. രാഷ്ട്രീയ ചർച്ചകളിലൂടെ സമാധാനം സാധ്യമാക്കണമെന്നും റഷ്യ ആവശ്യപ്പെട്ടു. UAE പ്രസിഡന്റ് മുഹമ്മദ് ബിൻ സായിദുമായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ടെലിഫോണിൽ നടത്തിയ ചർച്ചയ്ക്ക് ശേഷമായിരുന്നു റഷ്യയുടെ മുന്നറിയിപ്പ്. ഇസ്രയേലിലെ 4 നഗരങ്ങളിൽ ഇറാൻ നടത്തിയ മിസൈലാക്രമണത്തിന് പിന്നാലെ കടുത്ത ഭീഷണിയുമായി ഇസ്രയേലും രംഗത്തു വന്നു. ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള ഖമേനിയെ വധിക്കുമെന്നും യുദ്ധലക്ഷ്യങ്ങളിൽ പ്രധാനം ഇതാണെന്നും ഇസ്രയേൽ പ്രതിരോധ മന്ത്രി കാറ്റ്സ് മുന്നറിയിപ്പ് നൽകി. പിന്നാലെ ഇറാനിലെ അരക് ഹെവി വാട്ടർ റിയാക്ടറിനു നേരെ ഇസ്രായേൽ ആക്രമണം നടത്തി. ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ് 18. ഇറാൻ ഇസ്രായേൽ സംഘർഷം കൂടുതൽ കനക്കുകയാണ്. ഇറാന്റെ ആഭ്യന്തര സുരക്ഷാ ആസ്ഥാനം തകർത്തെന്നും ഹെവി വാട്ടർ ന്യൂക്ലിയർ റിയാക്ടർ ആക്രമിച്ചെന്നും ഇസ്രായേൽ അവകാശവാദം ഉന്നയിച്ചു. ഇറാന്റെ പ്രത്യാക്രമണത്തിൽ തെക്കൻ ഇസ്രായേലിലെ ഏറ്റവും വലിയ ഹോസ്പിറ്റലായ സുറോക്ക മെഡിക്കൽ സെന്റർ ഭാഗികമായി തകർന്നു. അതിനിടെ പശ്ചിമേഷ്യയിലേക്ക് US കൂടുതൽ സൈന്യത്തെ അയക്കുന്നതായും പടയൊരുക്കം ശക്തിപ്പെടുത്തുന്നതായും വിവരമുണ്ട്. കീഴടങ്ങില്ലെന്ന് ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി പറഞ്ഞതിന് പിന്നാലെ ഇസ്രായേൽ സൈന്യം ആക്രമണം കടുപ്പിച്ചു. ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിലെ തെക്ക് കിഴക്ക് ഭാഗത്തുള്ള പ്രദേശങ്ങളിലാണ് ആക്രമണം നടത്തിയത്. വ്യോമസേന ജെറ്റുകളുടെ ആക്രമണത്തിൽ ഇറാന്റെ ആഭ്യന്തര സുരക്ഷാ ആസ്ഥാനം തകർന്നെന്നാണ് ഇസ്രായേലിന്റെ അവകാശവാദം. ഇതിനു പുറമെ കറാച്ചിയിലും പായം വിമാനത്താവളത്തിലുമടക്കം ഇറാന്റെ നിരവധി സ്ഥലങ്ങളിൽ സ്ഫോടനങ്ങൾ നടന്നതായും റിപ്പോർട്ടുകളുണ്ട്. ഇതിനിടെ ഇസ്രയേലി നഗരങ്ങളെ ലക്ഷ്യമാക്കി രാത്രിയിലും ഇറാന്റെ മിസൈൽ ആക്രമണവും തുടർന്നു. ഹൈഫയിലേക്കും ടെൽ അവീവിലേക്കും ഇറാൻ മിസൈലുകൾ തൊടുത്തു. അതേസമയം US-ഉമായി ഇറാൻ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന ട്രംപിന്റെ അവകാശവാദങ്ങൾ ഇറാൻ തള്ളി. വൈറ്റ് ഹൌസിലേക്ക് മീറ്റിംഗിന് വരാമെന്ന് ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല. ഭീഷണിയുടെ സ്വരത്തിൽ സംഭാഷണത്തിനും സമാധാന ചർച്ചയ്ക്കുമില്ലെന്ന് ഇറാൻ നിലപാട് വ്യക്തമാക്കി. എന്നാൽ ഇറാൻ വിഷയത്തിൽ എങ്ങനെ മുന്നോട്ടു പോകണമെന്ന് തീരുമാനിച്ചിട്ടില്ലെന്നാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. ഇത് സംബന്ധിച്ച് തീരുമാനമെടുക്കാൻ വൈറ്റ് ഹൌസിലെ സിറ്റുവേഷൻ റൂമിൽ ചർച്ച നടത്തും. അതിനിടെ സംഘർഷത്തിൽ മധ്യസ്ഥ ചർച്ചയ്ക്കുള്ള റഷ്യയുടെ സന്നദ്ധത തള്ളിയ US പ്രസിഡന്റ് ആദ്യം യുക്രൈൻ പ്രശ്നം പരിഹരിക്കുമെന്നും മറുപടി നൽകി. അതേസമയം പശ്ചിമേഷ്യയിലേക്ക് US കൂടുതൽ സൈന്യത്തെ അയക്കുന്നതായും പടയൊരുക്കം ശക്തിപ്പെടുത്തുന്നതായും റിപ്പോർട്ടുകളുണ്ട്. US-ന്റെ ഒരു യുദ്ധക്കപ്പൽ കൂടി സംഘർഷ മേഖലയിലേക്ക് നീങ്ങുന്നതായാണ് വിവരം. US-ന്റെ 3 യുദ്ധക്കപ്പലുകൾ മേഖലയിലുണ്ട്. സംഘർഷം രൂക്ഷമായി തുടരുന്ന സാഹചര്യത്തിൽ UN രക്ഷാസമിതി നാളെ അടിയന്തര യോഗം ചേരും. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18.